ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടൻ തന്നെ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കും കേട്ടോ. ഞാനൊരു ചെറിയ ഡയറ്റ് എടുത്തിട്ടുണ്ട്. ഡയറ്റ് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും എന്നെ കൊണ്ട് എടുക്കാനും പറ്റത്തില്ല. ചെറിയ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്ത്, എനിക്കിഷ്ടമാണ് മധുരവും കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. എനിക്കത് കഴിക്കുകയും ചെയ്യണം. പക്ഷേ ചെറുതായിട്ടൊന്ന് മെലിയുകയും വേണം. അതിന് വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ള ആഹാരങ്ങൾ ഞാൻ കഴിക്കും. പക്ഷേ അത് മിതമായ രീതിയിൽ കുറഞ്ഞ അളവിൽ തന്നെ കഴിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെലിയാന്ന് വിചാരിച്ചു. കാരണം ഞാൻ മുൻപത്തേനേക്കാളും ഒരു 8 കിലോ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. വയ്യാതൊക്കെ കിടന്ന ആ ടൈമിലാണ് ഞാൻ ഇത്രയും വെയിറ്റ് ഒന്ന് കൂടിയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഡയറ്റൊക്കെ ചെയ്ത് ഒന്ന് മെലിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തലേദിവസം അരച്ച് വെച്ച മാവെടുത്തു കേട്ടോ. അപ്പോൾ മാവെടുത്തപ്പോൾ മാവ് പൊന്തി വന്നിട്ടില്ല. കാരണം ഇച്ചിരി ഉഴുന്ന് കുറഞ്ഞും പോയി, അരി ഇട്ടത് ഇച്ചിരി കൂടിയും പോയി. അതുമല്ല, ഇപ്പോൾ പകലായിരുന്നാലും രാത്രിയായിരുന്നാലും തണുപ്പാണ്. കാരണം ഇതിനൊരു ചൂട് വേണമല്ലോ. ചൂടുണ്ടായിരുന്നാൽ മാത്രമേ ഈ മാവെല്ലാം നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ മാവ് പൊന്തി വരാൻ നല്ല പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പ്ലാനിങ് മാറ്റിയിട്ട് ദോശയിലോട്ടായി. കാരണം ഇഡ്ഡലി വയ്ക്കണമെങ്കിൽ നന്നായിട്ട് മാവ് പൊന്തി വരണം. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി വെക്കാതെ ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചേട്ടന് രാവിലെ ജോലിക്ക് പോയി. ഇന്ന് 12 മണി വരെ ചേട്ടന് ജോലിയുള്ളൂ. അപ്പോൾ ഇന്ന് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചേട്ടൻ ഇച്ചിരി കഴിച്ചിട്ടാണ് പോയത്. ദോശ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചേട്ടനും പോയതിന് ശേഷം എബിയെ ഞാൻ വിളിച്ചുണർത്തി കേട്ടോ. എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ തനിയെ നിൽക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ എബിയും കൂടെ വിളിച്ചുണർത്തി. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് വേറെ കറിയാണ് ചമ്മന്തിയാണ് വെച്ച് കൊടുത്തത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നീട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും കടലക്കറിയും ഉരുളക്കിഴങ്ങും കൂടെ വെച്ചിട്ടാണ് ഞാൻ കറി വെച്ചത് കേട്ടോ. ഉരുളക്കിഴങ്ങ് മാത്രമാണോ കടല മാത്രമാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഉരുളക്കിഴങ്ങ് മാത്രമാണ് കേട്ടോ. ദോശയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയല്ല, സാമ്പാറാണ് വെച്ചത്. ഇന്ന് സത്യത്തിൽ പച്ചക്കറികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടത് 2-3 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സവോള ഉണ്ടായിരുന്നു, പിന്നെ 2-3 അമരപ്പയർ ഉണ്ടായിരുന്നു, പിന്നീട് തക്കാളി ഉണ്ടായിരുന്നു. പിന്നെ ഏറെ പരിപ്പുമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ സാമ്പാർ വെച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ പച്ചക്കറികളും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതേപോലെ 1-2 പച്ചക്കറി വെച്ചിട്ട് ഓരോ കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ദോശയും സാമ്പാറും, ചേട്ടന് രാവിലെ വെച്ചതിൻ്റെ ബാക്കി ചമ്മന്തി ഉണ്ടെന്ന് അതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. തൊട്ട് മുന്നേ തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൻപയറും ചെറിയ പയറും കൂടെ വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെക്കാൻ മറന്നതുകൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം പയറിട്ട് ഒരു തിളപ്പിച്ചതിന് ശേഷം അത് മൂടി വെച്ചു കേട്ടോ. ഇനി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്തൊരു 12 മണിയാകുമ്പോഴേ ഞാൻ അടുത്ത് കറി വെക്കാനായിട്ട് നിൽക്കത്തുള്ളൂ. അതുവരെ രാവിലത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും, ഫോണിലാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ഫുള്ളായി കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡും കഴിച്ച് എബി 10 മണിയായപ്പോൾ ട്യൂഷനും പോയി. ആ സമയത്ത് ഞാനൊന്ന് കയറി കിടന്നു. ആ ഒരു ടൈം എബി 12 മണിയാകുമ്പോൾ വരും. ആ സമയത്ത് എഴുന്നേറ്റ് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ ഏറെ കുടിച്ചതിന് ശേഷം പിന്നീട് പോയി കിടന്നു കേട്ടോ. കിടന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയ സമയത്തിന് ചേട്ടൻ വന്നു. കറക്റ്റ് 12 ആയപ്പോൾ തന്നെ ചേട്ടനും ജോലി കഴിഞ്ഞെത്തി. പിന്നീട് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാൻ നിന്നു കേട്ടോ. ആ ടൈമിൽ തന്നെ ചേട്ടനും വന്ന ഉടൻ തന്നെ കഴിച്ചു കേട്ടോ. ദോശയും സാമ്പാറൊക്കെ കഴിച്ചായിരുന്നു. ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാമ്പാർ കഴിച്ചത്. ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് തന്നെ ചേട്ടൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു 3 പ്രോഡക്റ്റ് വന്നു കേട്ടോ. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ്, വണ്ടി, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ല കളറും വരും കേട്ടോ. അത് നമ്മൾ ആ ഇൻഡക്ഷനിൽ കാണിക്കുമ്പോൾ തന്നെ അറിയാം. ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല പ്രോഡക്റ്റാണിത്. ഇത് കാറും ബൈക്കായിരുന്നാലും നമ്മുടെ ഹെൽമെറ്റ് ആയിരുന്നാലും ഇതൊക്കെ നന്നായിട്ടിത് ഈ സ്പോഞ്ച് വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളർ വരുന്നൊരു സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് 2 ഷർട്ടാണ് കേട്ടോ. ഇത് കോംബോ ആയിട്ട് വരുന്നൊരു ബ്ലാക്കും ഇതൊരു ലൈറ്റ് ഓറഞ്ച് കളറുമാണ് കേട്ടോ. ഇത് രണ്ടും കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല കോംബോ ആയിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിയത് ഒരു പാൻറ്റാണ്. പക്ഷേ പാൻറ്റ് മാത്രം ചേട്ടന് പാളിപ്പോയി. പാൻറ്റ് മാത്രം കൊള്ളത്തില്ല. അതായത് ഇറക്കമില്ല ചേട്ടൻ ആ പാൻറ്റ് മാത്രം. അങ്ങനെ അത് ഉടൻ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നീട് മീനും കഴുകി മീൻ അടുപ്പത്ത് വെച്ചു. പിന്നെ തോരൻ വെച്ചു, സാമ്പാർ. ഇത് 3 ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 കൂട്ടി കഴിച്ചു. കുറച്ച് നേരം ഒന്ന് സിനിമയും കണ്ടിട്ട് ഇരുന്നതിന് ശേഷം ഞാനും അശ്വിനിയും കൂടെ ബീനയുടെ വീട്ടിലോട്ട് പോവുകയായിരുന്നു കേട്ടോ. കാരണം പിറ്റേ ദിവസം തൊട്ട് നമുക്ക് തനിമയുടെ കുക്കിംഗ് വീണ്ടും ആരംഭിക്കണം. ഇപ്പം നമ്മൾ 2-3 ദിവസത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനായിട്ട് അങ്ങോട്ട് പോയായിരുന്നു.
പിന്നെ സ്നേഹധനത ഒരു കോട്ടപ്പൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ അതും ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്ളോഗിലെ ആ കല്യാണത്തിലെ ആൾക്കാരാണ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കീർത്തി ടീച്ചറാണ്. കീർത്തി ടീച്ചറിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ 1-2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഭയങ്കര ഒരു ഫ്രണ്ട്ലി മൈൻഡഡ് ആണ് ആൾ. നല്ലൊരു സിസ്റ്റർ വൈബാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെയാണ് കല്യാണത്തിന് പോയത്. എബിക്ക് അന്ന് അബാക്കസിൻ്റെ ഒരു എക്സാം നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വന്നില്ല കേട്ടോ. ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ചമ്മലാണ്, അങ്ങനെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആൾ കേട്ടോ, ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയാൻ കാരണം അവരെ കല്യാണം കഴിഞ്ഞു. അജിത്ത് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.